ഇന്നത്തെ പാരഡി പുലികൾ ആരാന്ന് ചോദിച്ചാ ആരെ പറയും? കണ്ണൂരിലെ പോരെ നല്ല വെച്ചത് കഥയില്ല കാലത്തല്ലേ കെട്ടിയത് കാതറിന്റെ മകളാ കാതറിന്റെ വേടൻ. അപ്പൊ ഈ ഒരു പാട്ട് അതെ ഞങ്ങൾ നാടൻ വന്നിട്ടുണ്ട്, കാടന് വന്നിട്ടുണ്ട്, മാടന് വേടൻ തെറ്റിട്ടിട്ട് വേട്ടാവളി എന്നുണ്ട് ശരി ടീമൊക്കെ അഫ്ലൂന് കമന്റ്സ് വരിക അല്ലെങ്കിൽ മെസ്സേജ് വരിക, പ്രപ്പോസ് ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടോ? പ്രപ്പോസിങ് നിലവിൽ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ പുറത്തിറങ്ങുമ്പോ ഗേൾസ് നോട്ടം കൊണ്ടൊരു കളിയാണ്. പള്ള തിളങ്ങണ അയിലയും തന്നെ ഞം 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 തിന്നാനും പൂതിയുണ്ട് പച്ച കുട്ടികൾ കന്ന് കുതുകലും കൂട്ടി പറ്റി പറഞ്ഞ് ഞണ്ണാൻ നോക്കി പട്ടിള പോലെ കിട്ടോ നോക്കി ഐസും കട്ട വരാൻ നോക്കി കുട്ടികൾ വന്ന് കുതുകലും കൂട്ടി പറ്റി പറഞ്ഞ് ഞണ്ണാൻ നോക്കി പട്ടിള പോലെ കിട്ടോ നോക്കി ഐസും കട്ട വരാൻ നോക്കി. പാള വലിക്കുന്ന കാലം എല്ലാരും അതിന്റെ വരികൾ എഴുതിയ ചൂണ്ടൊക്കെ വന്നു. കുറ്റിപ്പന്തല് കെട്ടിച്ചമച്ച് മട്ടല് കൊണ്ടൊരു ചട്ടില് വെച്ച് ആട്ടങ്ങ തോട്ടങ്ങ ഞൊട്ടങ്ങ മച്ചിങ്ങ ചുറ്റി ചതച്ചൊരു കൂട്ടാൻ വെച്ച്. വേണമെങ്കിൽ എന്നെ പറ്റി പാടിക്കോളൂ, എന്നെ പറ്റി ആരും പാടിയില്ലെന്ന് ഇതുവരെ. നിങ്ങൾ നോക്കി പാടും. കേട്ടോളി കോഴിക്കോട്ടെ സഫലത്ത് വസിക്കുന്ന നൈനിശക്ക് കിടന്നവർക്ക് നല്ല മട്ടത്തിൽ തട്ടം ചുറ്റി വട്ടമോന്തയും കാട്ടിച്ചിരിക്കണ വട്ടത്തി മോളിക്കന്ത് ചൊർക്ക്. വെറൈറ്റി ചോദ്യം ചോദിച്ച് മനുഷ്യന്മാരെ വട്ടം കറക്കും വെറൈറ്റി മീഡിയകൾക്ക് തെർക്ക്. അല്ല വല്ലാത്ത ജാതി തന്നെ വെള്ളം കുടിപ്പിക്കാനായിട്ട് വല്ലാതെ പണിപെടും കുർറ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഹലോ, വെൽക്കം ടു വെറൈറ്റി മീഡിയ. ഞാൻ നൈമിഷ. ഇന്ന് എന്റെ കൂടെയുള്ള ഗസ്റ്റുകളെ പറ്റി പറയുകയാണെങ്കിൽ ഇന്നത്തെ പാരഡി പുലികൾ ആരാന്ന് ചോദിച്ചാ ആരെ പറയും? ഒരേ ഒരു കിങ്, ഒരേ ഒരു രാജ്യം. ആരാണത്? പറയൂ. നിങ്ങളെ ഇപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ഒരു പാട്ടിലൂടെ തുടങ്ങാം. ഓക്കെ, ഏത് പാട്ടാ പാടുന്നത്? നിങ്ങളുടെ പാരഡി പാട്ടാണ് ഫസ്റ്റ് കേൾക്കട്ടെ. അമ്മിമന്ന് വാരി ഞാൻ വാരി 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 മുങ്ങിയേ ഉമ്മിക്കരി വാരി ഞാൻ വാരി ഉമ്മ കാല് വാരി തല്ലിയേ. ഓ മല്ലി മല്ലി അനിയനും മുങ്ങിയേ, മല്ലി മല്ലി അനിയനും മുങ്ങിയേ. വേറൊരു ഹാലിലും ആള് മാറി തല്ലിയേ, വേറൊരു ഹാലിലും ആള് മാറി തല്ലിയേ. അമ്മി വന്ന് വാരി ഞാൻ വാരി 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 മുങ്ങിയേ. ഉമ്മിക്കരി വാരി ഞാൻ വാരി ഉമ്മ കാല് വാരി തല്ലിയേ. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ കമന്റ് അത് ഇനിയില്ല, നിരോധിച്ച് ഇനി പറയരുത്. കേട്ടത്. പക്ഷെ ഇതിൽ പാരഡി എവിടെ? ഇതിലേത് പാരഡി? ഇതിലെന്ന് പറഞ്ഞാല് സിമിലറായ വാക്കുകളെ കൊണ്ടൊരു കളിയാണ്. അതായത് ഇപ്പോ സമ്മിമരി വാർ, അമ്മിമന്ന് വാർ, അതായത് ഒരേ പ്രൊനൗൺസ് വരുന്നുണ്ട്. ഒറിജിനൽ എന്ന് പറഞ്ഞത് ഒരു ബലോച്ച് സോങ് ആണ്. ബലോച്ച് സോങ് എന്ന് പറഞ്ഞാല് ജമ്മി മേരി വരെ ഒരു ട്രഡീഷണൽ സോങ് ആണ്. അത് വരി എനിക്ക് അഫ്ലൂൻ അറിയാം. ജമ്മി മേരി വാരി 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 സമ്മിയേ വാരി വാരി മുണങ്ങിയേ.
സൂപ്പർ. എന്താ പറയാ, നമുക്ക് ശരിക്കും പാരഡികൾ നമ്മൾ കുറെ കേട്ടിട്ടുണ്ട് അല്ലെ, ഇഷ്ടംപോലെ പാരഡി കേട്ടിട്ടുണ്ട്. അതിന്റെ 2 ലൈൻസ് ഒക്കെ ഓക്കെ ആയിരിക്കും ഒരു പാരഡി ഒക്കെ, പക്ഷെ 3 ലൈൻസ് ഒക്കെ കഷ്ടപ്പെട്ട് കൊള്ളിക്കുന്ന പോലെയാ ഫീൽ ചെയ്യാ. നല്ല രസമുള്ള ഒരു കാര്യം പറഞ്ഞതാ. ആയിക്കോട്ടെ. ഓ ബമ്മി ബമ്മി ബനിയനി സമ്മിയേ മമ്മി മമ്മി ബനിയനി സമ്മിയേ पर सबल के उतारिए നി സമ്മിയേ. ആ ഭാഗത്താണ് മല്ലി മല്ലി അനിയനും മുടിഞ്ഞ് അനിയൻ ബനിയൻ. അതിനകത്ത് ബനിയനാണ്. അത്രയും നിങ്ങൾ സിമിലർ വേർഡ്സ് കണ്ടെത്തും അല്ലേ. ഇത് ആരാ ഇതിന്റെ രചയിതാവാരാ? തുടങ്ങിയത് ഞാനാണ്. തുടങ്ങിയത് അവനാണ്. പിന്നെ എവിടെയൊക്കെ വരിക്ക് ചെറിയ അക്ഷരമൊക്കെ മാറി ഇങ്ങനെ ആവശ്യം ഉണ്ടാകുമ്പോ നമ്മൾക്ക് ചർച്ച ചെയ്ത് നമ്മളിങ്ങനെ ഒപ്പിച്ചാട്ടും ഒരു ടീം വർക്കാ. അതെ, അതായത് ടീം വർക്ക് നമ്മളിത് അവനാദ്യം പാടും. അപ്പൊ എന്ത് ചെയ്യും, പാടുമ്പോ ബാക്കി ഓട്ടോമാറ്റിക് ആയിട്ട് ചിലപ്പോ എന്റെ ഉള്ളിൽ ക്രിയേറ്റ് വരും. അപ്പൊ അത് നമ്മള് എഴുതി വെക്കും എവിടെയെങ്കിലും. എന്നിട്ട് പിന്നെയും ഇതിങ്ങനെ പാടി 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 അങ്ങനെ ഇതാക്കും. അഭിലാഷത്തില് പിന്നെ ഇങ്ങോട്ട് നോക്കി, ഓൾക്ക് നിങ്ങളോട് പറയാനുള്ളത് മജ്നുവിന്റെ കഥയിലെ ലൈലയെ പറ്റിയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അഹ്മൂന്റെ കഥയിലെ ഐലനെ പറ്റിയിട്ടാണ്. എന്നാ കേട്ടാ നമുക്ക്. അഹ്മൂന്റെ കഥയിലെ പടിമൽ കണ്ടാളി നല്ലൊരു ഐല, ഐലക്കരക്കില പൂതി ട്രൗസറും കാലി സൈക്കിള് ചവിട്ടിക്കൊയങ്ങി കടകള് കേറി നിറങ്ങി കൊതി കൊണ്ടങ്ങ് കുടുങ്ങി കൊതി വാങ്ങാണ്ട് മടങ്ങി കൊതി കൊണ്ടങ്ങ് കുടുങ്ങി കൊതി വാങ്ങാണ്ട് മടങ്ങി അയൽക്കൂട്ട കടയിലെ. ഇനി അതൊന്ന് പാടിയേ. മജ്നൂന്റെ സിരയിലും മജയിലും അജബേറും സുന്ദരി ലൈല, ലൈല കതിർപ്പത്തിൽ ഭംഗി കൈസർ കണ്ട് മയങ്ങി കിസകൾ ചൊല്ലിണങ്ങി കിസകൾ ചൊല്ലിണങ്ങി കമറൊളിലെങ്കി കൽബിൽ പ്രേമം നെങ്കി കനവുകളോ പീരങ്കി കൽബിൽ പ്രേമം നെങ്കി കനവുകളോ പീരങ്കി മജ്നൂന്റെ സിരയിലും മജയിലും അജബേറും സുന്ദരി ലൈല, മജ്നൂന്റെ സിരയിലും മജ്നൂന്റെ മജയിലും. ഞങ്ങളെ പാട്ട് ഇതുവരെ നിങ്ങൾ കേട്ടത് മജ്നൂന്റെ കഥയിലെ ലൈലയെ പറ്റിയാണെങ്കിൽ അത് അയ്മൂന്റെ കടയിലെ ഐലനെ പറ്റിയിട്ടാണ്. ലൈലനെ പിടിച്ചിട്ട് അയിലാക്കി എന്താ ചെക്കിയ. അത് മാത്രല്ല, അതില് മജ്നുവിന്റെ നല്ല റൊമാൻറ്റിക് സ്റ്റോറിയാ ലൈല മജ്നു. അതില് മജ്നുവിനെ പിടിച്ചിട്ട് അയ്മു ആക്കി. അപ്പൊ അവിടെ മജ്നുവിന്റെ ലൈലാണെങ്കിൽ ലൈല. ഓക്കേ, അതൊന്ന് പാടി. അയ്മൂന്റെ കടയിലെ പടിമൽ കണ്ടോളി നല്ലൊരു ഐല, ഐലക്കരക്കിലും പൂതി ട്രൗസറും ഗീസയും കാലി സൈക്കിള് ചവിട്ടിക്കൊയങ്ങി കടകള് കേറി നിറങ്ങി കൊതി കൊണ്ടങ്ങ് കുടുങ്ങി പൊതി മാങ്ങാണ്ട മടങ്ങി കൊതി കൊണ്ടങ്ങ് കുടുങ്ങി പൊതി മാങ്ങാണ്ട മടങ്ങി അയ്മൂന്റെ കടയിലെ പടിമല കണ്ടോളി നല്ലൊരു ഐല, അയ്മൂന്റെ കടയിലും അയ്മൂന്റെ പടിമലും പള്ള പള്ള തിളങ്ങണ ഐലയും തന്നെ ഞം 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 തിന്നാനും പൂതിയുണ്ട് വെച്ച കുട്ടികൾ കന്ന് കുതുകലും കൂട്ടി പറ്റി പറഞ്ഞ് ഞണ്ണാൻ നോക്കി പട്ടിള പോലെ കിട്ടോ നോക്കി ഐസും കട്ട വാരാൻ നോക്കി കുട്ടികൾ വന്ന് കുതുകലും കൂട്ടി പറ്റി പറഞ്ഞ് ഞണ്ണാൻ നോക്കി പട്ടിള പോലെ കിട്ടോ നോക്കി ഐസും കട്ട വാരാൻ നോക്കി. എന്റെ മോനെ എന്തൊരു സംഭവം. മീൻകാരന്റെ വെട്ടിയിലെ ഐസും കട്ടെടുത്തിട്ട് ഇതിന്റെ നല്ലൊരു പെർസെന്റേജ് അഫുൽ തന്നെയാണ്. ഇതിപ്പോ ശരിക്കും നിങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ ചേട്ടനും അനിയനുമാണ്. നിങ്ങൾ ആരാണ്? ഞാൻ ചേട്ടനും അനിയനും അല്ല, എല്ലാമാണ് അല്ലേ. ഇത് ശരിക്കും ഇങ്ങനെ ഒരു ടാലന്റ് ഇയാളെ ഉണ്ടെന്നുള്ളത് ഇപ്പൊ മനസ്സിലായി. ടാലന്റ് ഇവൻ ചെറുപ്പം മുതലേ പാടും. ഇങ്ങനെ എഴുതുവോ? നമ്മളൊന്നും എഴുതുന്നില്ല, ഇതൊന്നും എഴുതുന്നല്ല.
ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞ് ആളാവുന്ന ഇങ്ങനെ റെക്കോർഡ് ചെയ്തൊക്കെ പോകുന്ന സംഭവിച്ചു പോകും. മിക്ക സാധനങ്ങളും നമ്മൾ എഴുതുന്നേ ഇല്ല. അല്ല ഞാൻ നല്ല കാര്യമായിട്ട് ഏതെങ്കിലും ഇമോഷണൽ സോങ് ഒക്കെ ആയിരിക്കും വർക്ക് ചെയ്തോ, മിക്സിങ്ങിലോ അല്ലെങ്കിൽ പുതിയ പാടിന് ഓർക്കസ്ട്രേഷൻ പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യായിരിക്കും. അപ്പോൾ അതിലുള്ള ലിറിക്സ് ഇവ അവിടെ കിടന്നിട്ട് വേറെ പരിപാടിയിലായിരിക്കും അതോട്. ഇതല്ല ജസ്റ്റ് മൂളും. ആ ഈ കേൾക്കണ പാട്ടിനെ പിടിച്ചിട്ട് ഇവ നേരെ ഉൾട്ട തിരിച്ചിട്ട് മറ്റേ പാട്ടിന്റെ അവിടെ പ്ലേ ചെയ്തപ്പോ ഏത് ചെപ്പ് കൊല്ലിക്കൊണ്ട് ചെങ്ങാതി. ചങ്ങാതി നിന്റെ അതില് ഇന്ന് കാട്ടു. പ്ലേ ചെയ്തപ്പോ ആ സ്പോട്ടില് അവര് വരെ അത് പ്ലേ ചെയ്തിട്ടുള്ളൂ. ചെപ്പ് കൊല്ലിക്കണ്ട ചങ്ങാതി നിന്റെ ചപ്പ കുറ്റിക്കൊന്ന് മിന്നുന്നതെന്താണ് അയ്യയ്യ നല്ല മഞ്ഞ നിറമുള്ള പൊന്നിച്ച പാടി കൊടുത്ത അങ്ങനെ എന്താ ചെപ്പ് കിളിക്കണ ചങ്ങാതി നിന്റെ ചപ്പ കുറ്റിക്കൊന്ന് തന്നാലോ മിന്നണതെന്താണ് അയ്യ നല്ല മഞ്ഞ നിറമുള്ള പൊന്നീച്ച. സ്പോട്ടായിട്ട് അങ്ങോട്ടേക്ക് ചെയ്യാണ്. അത് സംഭവിച്ചു പോണതാ. ഇപ്പൊ മറ്റൊരു സാധനം വന്നില്ലല്ലോ കുറച്ച് മുമ്പ് മറ്റേ വിജയിന്റെ അലമത്തി ഹബീബ് അതിന്റെ ഒരു സാധനം ഞാൻ ചെയ്തിരുന്നു. പക്ഷെ അത് വേറെ പേജിലൂടെ കടലാസ് മോഷൻ എന്ന പേജിലൂടെ വന്നേ. അതിന്റെ പേജ് ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ അനിമേഷന്റെ ഒരു പരിശീലനമൊക്കെ നടത്താൻ വേണ്ടി ചെയ്യുന്ന അതിനകത്ത് കയറിയിരുന്നു. അപ്പൊ അപ്പോഴും ലിറിക്കിൽ നമുക്കൊരു അറ്റൻഷൻ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് അത് മെയിനായിട്ട് തന്നെ ആയിരുന്നു. ഇതേപോലെ അയലമത്തി അമ്പമ്പോ അയലമത്തി ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ലൈൻസ് ആണ് അത് അല്ലേ? കോലി കൊട്ടയിൽ കണ്ടപ്പുറം കോലി ഹോലി ഹോലി വണെങ്കിൽ പൊരിച്ചു തിന്നോളി കാലി കാലി കെട്ടിയോന്റെ കീശയും കാലി ജോലി ജോലി അത് പോയി. കൊറോണ ടൈം ആയിരുന്നു. ഞാൻ ശ്രദ്ധിച്ച വേറെ സംഭവം, ഈ മീൻ വാങ്ങിക്കാൻ നിൽക്കുന്ന സമയത്ത് എല്ലായിടത്തും കീശ കാലിയായിരിക്കും. എന്റെ പിന്നെ ഇപ്പം പാടിയ പാട്ടിലും കീശ കാലി, ട്രൗസർ കീശ കാലി. എന്താന്നറിയില്ല, മീൻ വാങ്ങാൻ നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം മൊത്തം വരുന്നത്. ശരിക്കും ഈ ഒരു പാട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ എത്ര ഡേയ്സ് എത്ര ഇതിന് ഡേയ്സ് നമ്മളിപ്പോ സത്യം പറഞ്ഞാൽ ഡെയിലി നമ്മൾ ഒരു 10 വെഡിങ് വർക്കുകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഇത് തീരൂല, ഒരു ഡേ നമ്മൾ വർക്ക് ചെയ്താൽ തീരൂല. അപ്പം രാവിലെ 6 മണിക്ക് എണീക്കും. ഇവര് സ്റ്റുഡിയോ തുറക്കുന്നതിന്റെ ഉള്ളില് എല്ലാ പാട്ടും ഞാൻ എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ നമ്മൾ വന്നിട്ട് റെക്കോർഡിങ് സിംഗിങ് ആണ്. ഇപ്പൊ ഇന്ന് ഞാൻ എപ്പോഴാണ് നിങ്ങളെ കൂടുതൽ കാണുന്നത് അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നതെന്ന് അറിയോ? നമ്മുടെ കടലമ്മ കഥീസമ്മ വരെന്നല്ലേ വെച്ചത്. അതൊരു ഒന്നൊന്നൊരു സാധനമായിരുന്നു കേട്ടോ. അത് അങ്ങോട്ടേക്ക് കേറിയല്ലേ? അതൊന്നും നമുക്ക് കേട്ടാലോ? കട്ടലമ്മ 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 കടലമ്മ കരഞ്ഞല്ല പെറ്റത് കണ്ണീരല്ലമ്മ വരല്ല കട്ടത് കരയല്ല കടലല്ല കടലിന്റെ മക്കളാ കടലിന്റെ കതിസുമ്മ പേരെ നല്ല പെട്ടത് കണ്ണൂരിലെ പോരെ നല്ല പെട്ടത് കഥയില്ല കാലത്തല്ലേ കെട്ടിയത് കാതറിന്റെ മകളാ കാതറിന്റെ മകളെന്നല്ലല്ലോ അല്ലേ? അല്ലല്ലോ, അതെന്നെ നോക്കി എന്റെ പപ്പ കേക്കണ്ട. ശരിക്കും ആണോന്നൊരു ഡൗട്ട്. ഞാൻ അങ്ങനെയല്ല. നാട്ടിൽ മീനും മണക്കുന്നുള്ളടത്ത് കൊണ്ടുപോയാണ്ട് വേറെ സാധനം പിടിച്ചു അവരിങ്ങനെ പറഞ്ഞിട്ട് ഉപ്പ വന്നാൽ ആടിനറുക്കും ഉടനടി തന്നെ കണ്ടോ ഉള്ളി കൊഴിച്ച് ചോറ് മണക്കും വേഗം വരകിടുമോ തേങ്ങ ചിരകിടുമോ കണ്ട വെള്ളത്തിൽ കുളിച്ചിട്ട് കൊരയാകുമോ. ഇതെന്താ സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ നിങ്ങൾ പറ്റിട്ടില്ല. ഞാൻ പറ്റതാ. പക്ഷേ നിങ്ങൾ ഈ ലേഖനം മറക്കല് പരിപാടി ഒന്നുമില്ല. പ്രസവിച്ചു കഴിഞ്ഞാല് അതൊക്കെ ഉണ്ട്. പക്ഷെ അതിന് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് എന്തൊക്കെ ഇതൊക്കെ പഴയ സാധനങ്ങളാണ്. ഈ ഉപ്പ വന്നാൽ ആടിനിറക്കും. അക്കിക്കത്തിറക്കണ പരിപാടി അത് ഉടനടി തന്നെ കണ്ടോ ഉള്ളി കുഴച്ച ചോറും മണക്കും. അതിനർത്ഥം എന്താ പറയാ, ഒറിജിനൽ ചോര മണക്കുന്നാണ്. ഇതിനകത്ത് ഉള്ളി കുഴച്ച ചോറ് മണക്കും. അപ്പൊ ഈ ഒരു പാട്ട് ഭയങ്കര വൈറലാവുന്നു അല്ലെ? വേടന്റെ സോങ് കൂടിയാണ് അത്. വേടം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും കണ്ണിൽ വികാരമാണ്. വേടം ഫാൻസ് ഒരുപാടുണ്ട്. നമ്മളൊക്കെ അതെ, നമ്മളൊക്കെ 2K kids ആണ്. ഞങ്ങൾ കേട്ടോ. അപ്പൊ ഞാൻ ചോദിക്കാൻ വന്നത് വേടൻ. അപ്പൊ ഈ ഒരു പാട്ട് അതെ, ഞങ്ങൾ നാടൻ വന്നിട്ടുണ്ട്, കാടന് വന്നിട്ടുണ്ട്, മാടന് വേടൻ തെറ്റിട്ടിട്ട് വേട്ടാവളി എന്നുണ്ട്. ശരി, ടീമൊക്കെ ഉണ്ട്. ചിലര് വേടൻ നാടൻ, ഇവിടെ വേടൻ കാടൻ. ആന മതൾകിയ സോങ്ങില് ദേഹം തളച്ചിട്ട ആനക്ക് വെട്ട് എന്നാണ് ഞങ്ങൾ കോമഡി വെർഷനിൽ എഴുതി. പക്ഷെ ഒറിജിനല് വേറെ ആണ്. എന്തായിരുന്നു? ദേഹം തളർച്ച
കൊണ്ട് ഉരയുന്നുട്ട്. അത് പോരായിട്ട് ഇവര് കമന്റ് ഇട്ടത് ആനക്ക് വട്ടെന്ന് തെറ്റിട്ടാണ് ആനക്ക് വട്ടെന്ന് ശരിയിട്ടത്. കമന്റ്സ് ഇടുന്നവർ എന്തോ ആ ചങ്ങായി കിട്ടിയ നമ്മളെ കൂട്ടത്തിൽ നിങ്ങളുടെ ടീം ആരാണത് കമന്റ് ബിലോ. ഓക്കെ, എന്റെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നിങ്ങൾ ഇതിന് ശേഷം നിങ്ങളെ വേടനോ അങ്ങനെ അവരുടെ ആരെങ്കിലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യേ അല്ലെങ്കിൽ പാട്ടിനെ പറ്റി പറയാൻ എന്തെങ്കിലും ചെയ്തിരുന്നോ? നമുക്ക് സംഭവിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാല് മൂസിം പരാരി കമന്റ് ഇട്ടു. ഞാൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ആളാണ്. ഞാൻ മൂസിം പരാരിനെ കാണാൻ വേണ്ടി വീട് വരെ പോയി. ഞാനും ഇതിനൂടെ പോന്ന് എടവണ്ണയുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് ഉമ്മാനും പാപ്പാനൊക്കെ കണ്ട് തിരിച്ചു പോന്നു. പുള്ളി അന്ന് തല്ലുമാല പടത്തിന്റെ പടം ഇറങ്ങി അതിന്റെയൊക്കെ ബിസിയില് പടം കഴിഞ്ഞാടെ ഞങ്ങൾ നേരെ വിട്ട് പടം കണ്ട ഹാങ് ഓവറിൽ പുള്ളിയുടെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. ഓക്കെ, പുള്ളി അവിടെ ഇല്ല, ഉണ്ടാവില്ല, ഉറപ്പില്ലാതെ മനസ്സിലായല്ലോ നിങ്ങളെ. എനിക്ക് പറ്റില്ല, എനിക്ക് മനസ്സിലായി. അവരാണ് കമന്റ് ഇട്ടി, ലുക്ക്മാൻ കമന്റ് ഇട്ട്. പിന്നെ ഇപ്പൊ എന്താ നമ്മൾ ഈ അഭിലാഷത്തെ പാട്ട് അതിന്റെ ഡയറക്ടർ പിന്നെ നടി അതിന്റെ മ്യൂസിക് ഡയറക്ടർ കമന്റ് ഇട്ടുണ്ട്. നടി എന്താ നിമ്ന ഫത്തൂമി കമന്റ് ഇട്ടി. അത് മറ്റേ കുട്ടി. ഓക്കെ, നിങ്ങൾക്ക് ഫിലിമൊന്നും വല്ല ഓഫേഴ്സും വന്നോ? ഫിലിമൊന്നും ഞാൻ ഓൾറെഡി ഒരു പടത്തിൽ മ്യൂസിക് ഒരു പാട്ട് ചെറിയൊരു പാട്ട് ലിറിക്കും മ്യൂസിക്കും ചെയ്ത് പാടിയിട്ടുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് വെച്ചാന്ന് പറഞ്ഞ പടത്തില് മറ്റേ പാള വലിക്കുന്ന കാലം എല്ലാരും അതിന്റെ വരികൾ എഴുതിയ ട്യൂണ്ടൊക്കെ എല്ലാം ഇപ്പൊ ഞാൻ ചുമ്മാ ഇന്ന് ആ പാട്ട് പാടാം. മാണ്ട മാള മാഞ്ഞാളം മാള മാണ്ട മാഞ്ഞാളം പാള വലിക്കുന്ന കാലം കണ്ടൊരു മാള ആളെ കറക്കുന്ന നോട്ടം മാണ്ടടി മോള നോള എന്നുടെ തോളിൽ കയറണ മാള മാഞ്ഞാളക്കളി മാറ്റാള കുട്ടിമാള കുറ്റിപ്പന്തൽ കെട്ടി ചമച്ച് മട്ടൽ കൊണ്ടൊരു കട്ടിൽ വെച്ച് ആട്ടങ്ങ തോട്ടങ്ങ ഞൊട്ടങ്ങ മച്ചിങ്ങ കുത്തി ചതച്ചൊരു കൂട്ടാൻ വെച്ച് മിച്ചറ് പൂവിനെ പിച്ചി പറിച്ച് വെച്ചിപ്പൂവും കൂട്ടി കുഴച്ച് പച്ച പിലാപ്പില പോത്ത് പിലാപ്പില വെച്ച് നിരത്തി കഞ്ഞി കുടിച്ച കാലം എങ്ങനെ മായും പുന്നാരേ കാലം എങ്ങനെ മായും പുന്നാരേ പാള വലിക്കുന്ന കാലം കണ്ടൊരു മാളെ ആളെ കറക്കുന്ന നോട്ടം മാണ്ടടി മോളെ. സൂപ്പർ. ഇതിൽ വേറെ സാധനം ഇവിടെ തിരുത്തേണ്ടിയുണ്ട്. കാരണം നമുക്കൊരു ഇന്റർവ്യൂ ഇതിന് മുന്നേ കിട്ടിയിരുന്നു. അപ്പൊ ആ ഇന്റർവ്യൂ കണ്ടിട്ടായിരിക്കണം കുറെ ആൾക്കാർ കമന്റിൽ വന്നിട്ട് ഇങ്ങനെ വീണ്ടും കുറച്ച് കമന്റുകൾ അതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അതിനകത്തും കുറെ പറയുന്നുണ്ട് ലിറിക്ക് ChatGPT ആണെന്ന് പറയുന്നുണ്ട്. കാരണം AI വെച്ചത് നമ്മൾ ജസ്റ്റ് സൗണ്ടിന്റെ മോഡുലേഷൻ മാറ്റാൻ വേണ്ടിട്ട് മാത്രമാണ്. ട്യൂണൊന്നും AI അല്ല. ലിറിക്ക് ഒന്നും മലപ്പുറം ഭാഷ മലപ്പുറത്തുള്ളവർക്ക് തന്നെ വരേക്കാറില്ല. നമ്മൾ അത്രയും ഒബ്സർവ് ചെയ്യുന്നോണ്ടാണ് കിട്ടുന്നത്. നമുക്ക് ആനയുടെ പാട്ട് കേൾക്കാം. ട്രാൻസ്ലേഷൻ ആനേ മദന പൂങ്കാനി തേനാളേ ആടാനേ മതമളക താടി ചോരാനേ ആടങ്കൽ വഴി പെട്ടാരനാളേ എടഞ്ഞാൽ ഗതി കിട്ടാതലയുന്നാലേ ആനാപുരി ഹുസ്നുൽ ജമാലോടിപ്പോ ആനാ ചിരി ഉസിരിൽ ജമാലോടിപ്പോ ബദറുൽ മുനീറുറ്റ് പായക്കമിപ്പോ ബദറും മുനീറും ദാ പരക്കം പാഞ്ഞോ ചിറക്കുന്ന പായക്കം കേട്ട് ദേഹം തളർച്ച കൊണ്ടുരയുന്നൊട്ട് തേങ്ങാ ചരകണ മുഴക്കം കേട്ടി ദേഹം തളച്ചിട്ട ആനക്ക് വട്ട് വാനാമലബന്ധ
കണ്ടോടുന്നൊരു ഫർസ ആന മറിച്ചിട്ടു അടുപ്പിലെ ദോശ കടുപ്പം കടന്നിറങ്ങി ഓടുന്നു മൂസ ആനേ മതമളക തടിച്ചോരാനേ എടഞ്ഞാൽ ഗതി കിട്ടാതലയും ആനേ സൂപ്പർ. എന്താ പവർ നിങ്ങളുടെ സോങ്ങിന്. ആനല്ലേ വരുന്നത്. അപ്പൊ കുറച്ച് പാടുണ്ട്. കറക്റ്റ് അതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്തു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആന എവിടെങ്കിലും ദോശ മറിച്ചിട്ട ഇവിടെ പലതും ഇത് സംഭവം നേർച്ചക്കിടക്ക് ആന എടഞ്ഞാൽ എന്തൊക്കെയോ അവിടെ വിശ്വാസം ഉണ്ടാവും. എല്ലാം ഒക്കെ അപ്പൊ അതൊക്കെയാണ് അത്. ഓക്കെ. ഈ സ്കൂൾ കുട്ടികളൊക്കെ അല്ലേ നമ്മുടെ ഈ ഒരു പാട്ടൊക്കെ കേട്ടിട്ട് അഫ്ലൂന് ഈ കമന്റ്സ് വരിക അല്ലെങ്കിൽ മെസ്സേജ് വരിക പ്രപ്പോസ് ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടോ? നമ്മോട് പറയില്ലല്ലോ പ്രപ്പോസ് ഇവനാണല്ലേ എങ്ങനെയാ ഞങ്ങളെ ഔട്ടാക്കിയില്ലേ. സ്വന്തമാർക്ക് പോയിട്ട് പറ്റില്ല. പ്രപ്പോസിങ് നിലവിൽ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ പുറത്തിറങ്ങുമ്പോ ഗേൾസ് നോട്ടം കൊണ്ടൊരു കളിയാണ്. ബീജം വിട്ടതാ. ഈ ഗേൾസ് എങ്ങനെയാ അപ്പൊ അഫ്ലു എന്താ ചെയ്യാ നോക്കുമ്പോ എനിക്ക് ഇതപ്പോ നമ്മൾ ഈ ബുക്കിന്റെ ചട്ട മറിച്ച് നിൽക്കേണ്ടി വരികയാണ്. എടാ ഇതൊക്കെ എത്ര ആളുകള് ആഗ്രഹിക്കുന്ന ഒരു ഇതാ. ഇതിനെ നോക്കിയിട്ട് മറച്ചു നിൽക്കാം. അത് നിങ്ങളാരെങ്കിലും നോക്കാറുണ്ടോ? കാലം ഉണ്ടായിരുന്നു. അല്ല ഇവന് കുറച്ച് ബിസിയാന്നൊക്കെ പറഞ്ഞു എന്നോടേ. ഞങ്ങൾ അവനോട് പറയട്ടെ എന്റെ അക്കൗണ്ട് വേണമെങ്കിൽ ഞാൻ മാനേജ് തരുന്നില്ല. ഓക്കെ. ഇപ്പൊ ഈ പാരഡി സോങ് അധികം നമ്മൾ എഴുതുന്ന സമയത്ത് ഇതിന്റെ ഒറിജിനൽ ആളുകൾക്ക് ചിലപ്പോൾ ദേഷ്യം പിടിക്കുന്നതൊക്കെ മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ഒറിജിനൽ എഴുതിയ ആളുകൾക്ക് അവർ നമ്മളെ വിളിച്ച് ചീത്ത പറയാ അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും? ഞാനേ എന്റെ ഒരു വ്യൂ പറയാണ്. ഇപ്പൊ ഞാൻ കുറച്ച് മുമ്പ് നല്ല ആക്റ്റീവ്. എനിക്ക് യൂട്യൂബില് 1,60,000 സബ്ബൊക്കെ ഉണ്ടായിരുന്നു. ഹാക്ക് ആയി പോയ ചാനല്. അന്ന് ഞാനൊരു പണ്ടൊരു കാലത്ത് കുട്ടിയെ ഒരു പെരുന്നാളുണ്ട് ഇനി എന്നിട്ട് കൊറോണ കാലത്തെ പെരുന്നാളും അല്ലാത്ത പെരുന്നാളിനെയും വെച്ചിട്ട് ഒരു കമ്പയറിങ് ചെയ്താണ്ടൊരു പാട്ടിരുന്നു. അപ്പൊ അത് ചെയ്ത ഉടനെ ഈ മറ്റേ ഇത് വന്നില്ല, എന്താ ലോക്ക്ഡൌൺ വന്ന് സ്കൂളില്ലാണ്ടായി. പിന്നെ സ്കൂളിൽ അങ്ങനത്തെ ടൈം ആകുമ്പോൾ കുറച്ച് കുട്ടികൾ പണ്ടൊരു കാലത്ത് കുട്ടി ഒരു സ്കൂളുണ്ട് ഇനി എന്നിട്ട് കുറച്ച് കുട്ടികൾ പാടി. ഞാനാണ് അത് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തത്. കാരണം നമുക്ക് നമ്മുടെ ലിറിക്ക് വേറെ ആള് അതൊരു പരിഹാസമല്ലല്ലോ. നമുക്ക് കിട്ടുന്നൊരു എന്താ അംഗീകാരമായിട്ടാണ് നമുക്ക് കാണുന്നത്. പിന്നെ ഇഷ്ടം കൊണ്ടാണല്ലോ അതിനൊക്കെ നിങ്ങൾ നാശാക്കി അത് മോശാക്കി എന്നൊക്കെ പറഞ്ഞത്. അത് ആ പാട്ട് ഏറ്റെടുത്ത കുറെ ആളുകൾ ഉണ്ടാവും. മുമ്പ് ഞാൻ മൂസിം ബരാരിന്റെ ഒരു പാട്ട് ഞാനാണെന്ന് ചിലപ്പോ അറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു അനിമേഷൻ ആയിട്ടാ വന്നത്. അതിനകത്ത് മറ്റേ ഇത് ഓണത്തിനായിട്ട് താറുടുത്തൊരു രാജമഹാബലി വലിയ കുടയും പിടിച്ചോ വരുന്ന നേരം കൂരതോറും കേറി പോരും. പണ്ട് കേരളം ഭരിച്ച ഒരാളാണ് പട്ടിണിയതാണ് പെട്ടെന്നങ്ങ് പോയി നേരം പാതാളം നേരം അത് മോശം ഷെയർ ചെയ്തിരുന്നു. ഒരു ദിവസം കോള് വന്നു. ഏട്ടന്റെ പാട്ടൊന്നും തൊട്ട് കളിക്കണ്ടോ അതൊക്കെ രണ്ട് കോള് വന്നു. നിങ്ങളാണ് പാട്ട് ചെയ്ത ആദ്യം നല്ലവർക്ക് തുടങ്ങി. വേറെ എല്ലാ പാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെന്താ രസം എന്ന് പറയുന്നത് നമ്മളും ഏട്ടനെ പറഞ്ഞ വേടന്റെ ലിറിക്ക് എന്ന് പറഞ്ഞ തിജ് എന്ന് പറഞ്ഞാൽ പോരാ, തിജിന്റെ കൂടാരം. കാരണം നമുക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് അല്ലേ വേടന്റെ ഒക്കെ വരി. വേറെ നമ്മൾ അത്രയും റെസ്പെക്ട് ചെയ്യുന്ന അത്രയും ഇഷ്ടപ്പെടുന്ന ആളുകളെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ നമ്മൾ പരിഹസിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടെ വരുമ്പോ നമുക്ക് വേറെ ഫീലിംഗ് ഉണ്ട്. ഇവര് തെറി പറയണല്ല നമ്മളെ ഫീലിംഗ്. നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ അല്ല അവർക്ക് അത് ഫീൽ ചെയ്യൂല എന്തായാലും. എന്റെ നമ്പറാ കൊടുത്ത് രണ്ടായാലും കേൾക്കാനും ഞാനുള്ളേ. ആദ്യം പറഞ്ഞു വർക്കൊക്കെ കാണാറുണ്ട് അടിപൊളി കേട്ടോ എല്ലാ പാട്ടും നമ്മൾ എൻജോയ് ചെയ്യും. പക്ഷെ പൊന്നു മോനെ നീ വേടനെ കളിച്ചാൽ നമ്മളെന്ത് പറയുന്നു അല്ല നമ്മള് പറഞ്ഞല്ലേ ഒരാളുള്ള ഇഷ്ടം കൊണ്ടായിരിക്കുമല്ലോ അയാളെ നമ്മൾ ഫോളോ ചെയ്യുന്ന അയാളുടെ പാട്ടുകൾ പഠിക്കുന്നത്. അത് കൂടുതൽ മൈൻഡിൽ കയറുമ്പോൾ നമുക്ക് അതിന്റെ പാരഡി വരുള്ളൂ. നമ്മുടെ ഉള്ളിൽ ഒരു പാട്ട് രജിസ്റ്റർ ആണെങ്കിൽ ആള് നമുക്ക് ഇഷ്ടം ഉണ്ടാവണം. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇതിന്റെ
അളേന് ആ ഇത് പാരഡി കിങ് ആയിരുന്നു ചെറുപ്പത്തില് 6 വയസ്സ് മുതൽ. പക്ഷെ പല കാര്യങ്ങളും നമുക്ക് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മ ഉണ്ട്. വീട്ടില് പന്തല് ഓ പകരം കിട്ടി. വീട്ടില് ഇവന്റെ 3-4 വയസ്സ് സമയത്താണ് ഈ വീട്ടില് ബേക്കറി ഒക്കെ കൊണ്ടുവന്ന് വെക്കുമല്ലോ. അന്നേരത്ത് ഇവൻ തപ്പി തിന്നും. എന്നിട്ട് ഇവൻ തന്നെ ഇവനെ പറ്റി പാട്ടുണ്ടാക്കും. ബേക്കറി തിന്നും അഫ്ലവ് കുട്ടി പോക്കിരി കാട്ടും അഫ്ലവ് കുട്ടി പോക്കിരി ബീക്കിരി അഫ്ലവ് കുട്ടി ഉണ്ട്. അന്ന് സത്യം പറഞ്ഞാൽ ലേറ്റ് ആയതല്ല, നല്ല രസമുണ്ട്. അടുത്ത വീട്ടിലെ പന്തല് അത് രസമുണ്ടായി. എങ്ങനെയാണ് കല്യാണം അയലക്കത്തിൽ കല്യാണം അടുത്ത വീട്ടില് അതിന്റെ പാരഡി ഇവൻ ചെറുപ്പത്തിൽ ഉണ്ടാക്കിയതാ. പാടിക്കൊടുത്ത പഠിക്കോ അത് ഞാൻ ചെറിയ തോതിൽ റിക്സ് ചെയ്യാൻ മറന്നുപോയി. അടുത്ത വീട്ടിലെ കല്യാണൊരുങ്ങിയ നേരത്ത് കയറ് കെട്ടിയത് എന്റെ പറമ്പിലാ, എന്റെ പറമ്പിലാ. അടിപൊളി അല്ലേ? എന്റെ വീട്ടിലാന്ന് പറയുന്നിടത്ത് എന്റെ നെഞ്ചിലാന്ന് അതില് ഒറിജിനലി. അതായത് അതില് അടുത്ത വീട്ടിലെ കല്യാണത്തിന് പന്തലൊരുങ്ങിയ നേരത്തെ തീ പോയത് അടുപ്പിലല്ല, എന്റെ നെഞ്ചിലാ. അവിടെ ഇവിടെ എന്താണ് അങ്ങേ വരത്തെ കല്യാണത്തിന്റെ പന്തലിന്റെ കയറിട്ട് എന്റെ പന്തലിന്റെ കയറ് കെട്ടിയത് എന്റെ പറമ്പിലാ. എത്ര വയസ്സിലോ? 6 വയസ്സിലോ? ഏതാണ്ട് അതിന്റെ ഒക്കെ അടുത്താണ്. 6 ആയില്ല. അത്രയില്ല. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് എല്ലാ കുട്ടികളും ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പാടുന്നുണ്ടാവും. നമ്മളതിന്റെ വാല്യൂ അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്നുള്ളൂ. അഫ്ലു അന്ന് അങ്ങനൊക്കെ പാടി നമ്മൾ നോട്ട് ചെയ്ത്. ഉദാഹരണത്തിന് ഈ അടുത്ത് മറ്റേ ബനാനേ അത് അതിലൊക്കെ ബലാലേ ഒന്ന് പോയി തരാമോ ഓട്ടോമാറ്റിക് വയറലായി. മനാഫേ ഒരു ക്ലൂ തരാമോ പിന്നെ ചെറിയ മക്കളെ കല്യാണത്തിന് എന്നോ പാടുന്നൊരു വീഡിയോ വൈറലായിട്ട് അതില് ബലാലെ കേൾക്കാണ്ട് അത് ഓല അറിയാണ്ട് സംഭവിച്ചോ. ഇങ്ങനെ എല്ലാവർക്കും സംഭവിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ അൺസീരിയസ് ആയിട്ട് എടുക്കല്ലേ, അത് നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തു. അത്രേ ഉള്ളൂ. ഇവനങ്ങനെ കൊറേ ഇതുണ്ടായിരുന്നു. അടുത്ത വീട്ടിലെ കല്യാണത്തിന് പന്തലൊരുങ്ങിയ നേരത്ത് തീപ്പുകഞ്ഞത് അടുപ്പിലല്ല എന്റെ നെഞ്ചിലാന്ന് പറഞ്ഞ പാട്ടില്ലേ, അതിനവൻ ചെറുപ്പത്തില് അതൊരു 3-4 വയസ്സുള്ള സമയത്ത് പാരഡി ആക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനത്തെ പാരഡി കിങ്. അതൊന്നും പാടിയെടുത്ത്. അടുത്ത വീട്ടിലെ കല്യാണത്തിന് പന്തലൊരുങ്ങിയ നേരത്ത് പന്തലിന്റെ കയറ് കെട്ടിയത് എന്റെ പറമ്പിലാ, എന്റെ പറമ്പിലാ. അന്നേ പറമ്പിനെ കുറിച്ചും അതിനെ കുറിച്ചൊക്കെ നല്ല അറിയാം. നിങ്ങൾ ലൈവായിട്ട് ചെയ്യുന്ന ആളുകളാണ്, അത്ര ടൈം വേണ്ടെന്ന് പറഞ്ഞു, പെട്ടെന്ന് ഉണ്ടാക്കുന്ന പറഞ്ഞു ഒക്കെ പറഞ്ഞു അല്ലേ? അതൊക്കെ ഒരു മൂടാണ്. അതൊക്കെ ചിലപ്പോ വഹി ഇറങ്ങണ മാതിരി ഇങ്ങോട്ട് വിട്ടാ. ഇപ്പൊ ഞാൻ തരുന്ന ഒരു ലൈവ് ടാസ്ക് ആണ്. നിങ്ങൾ ഇപ്പൊ ഒരു പാട്ട് ഉണ്ടാക്കണം. അത് പാരഡി ആവാം, നല്ലതാവാം, എന്തും ആവാം. വേണമെങ്കിൽ എന്നെ പറ്റി പാടിക്കോളൂ. എന്നെ പറ്റി ആരും പാടിയില്ലെന്ന് ഇതുവരെ നിങ്ങൾ നോക്കി പാടും. ഡീറ്റെയിൽസ് ഒക്കെ തരലില്ലേ? വയസ്സ് വേണോ? വയസ്സ് വേണ്ട അല്ലേ? പറഞ്ഞോളൂ. നമ്മളെ പരിപാടി എങ്ങനെയാണെന്നോ, നമ്മൾ പാരഡി വെഡിങ്ങിനൊക്കെ ഉണ്ടാക്കുമ്പോ ഓരോട് പേര് വയസ്സ് ചോദിക്കാറുണ്ട് കേട്ടോ. എനിക്കറിയാം. അല്ല ഞങ്ങൾ ചോദിക്കില്ല, ഇത്രേ ഉള്ളൂ. പേര്, എവിടെയാണ് സ്ഥലം, എന്താണ് പരിപാടി. എന്റെ പേര് നൈനിഷ, കോഴിക്കോട് വീട്, റൈറ്റ് മിഡിൽ വർക്ക് ചെയ്യുന്നു. നൈനിഷ എന്നാണോ? നൈനിഷ. നയൻതാര പോലത്തെ ഒരു പേര്. അതെ, മരമാണ് ഇത്. നൈനിഷ. നൈനിഷ നിങ്ങൾ എഴുതിക്കോളി. എന്റെ പേര് എഴുതല്ലേ? നിങ്ങളുടെ പേരും മലയാളത്തിൽ എഴുതാം അല്ലേ? വളരെ കുറച്ച് സമയം കൊണ്ട് ഞാൻ എന്നെ പറ്റി പാട്ട് എഴുതാൻ പറഞ്ഞിട്ട് ഇപ്പൊ പാടി എഴുതിയിട്ടുണ്ട്. നമുക്ക് കേൾക്കാം ആ പാട്ട്. കേട്ടോളി കോഴിക്കോട്ടെ സഫലത്ത് വസിക്കുന്ന നൈനിഷയ്ക്ക് കിടന്നവർക്ക് നല്ല മട്ടത്തിൽ തട്ടം ചുറ്റി വട്ടമോന്തം കാട്ടിച്ചിരിക്കണ വട്ടത്തി മോളിക്കെന്ത് ചൊർക്ക്. വെറൈറ്റി ചോദ്യം ചോദിച്ച് മനുഷ്യന്മാരെ വട്ടം കറക്കും വെറൈറ്റി വീഡിയോകൾക്ക് തെർക്ക്. അല്ല വല്ലാത്ത ജാതി തന്നെ വെള്ളം കുടിപ്പിക്കാനായിട്ട് വല്ലാതെ പണിപെടും കുർറ്. ഉള്ളതേ പറയൂ. ഹരിശ്രേഷകൻ പറഞ്ഞില്ലേ, ഉള്ളതേ പറയൂ, ഇല്ലാത്തത് പറയാൻ മടി കാണിക്കട്ടെ. ഞാൻ കാര്യം ചോദിക്കട്ടെ, എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ട്. എന്നിട്ട് പോലീസ് പിടിക്കോ? അതിനോണ്ടാണ് നമ്മൾ പാടിയത് വല്ലാതെ പണിപെടും കുരുപ്പ്. നീയും തയ്ച്ചു വെച്ചോ? സത്യത്തിൽ പേടിയുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളുടെ കഴിവിനെ
സമ്മതിച്ചു. നീ ഇനിയും ഞങ്ങളെ ഒരുപാട് മനസ്സിലാക്കാനുണ്ട് കിടക്കുന്നു. ഞാൻ വളരെ കുറച്ച് മിനിറ്റ് കൊണ്ട് നിന്റെ മുന്നിൽ ഞങ്ങൾ ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ ദേ, നീ എന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ പണി നീ ഇനിയും ഞങ്ങളെ ഒരുപാട് മനസ്സിലാക്കാറുണ്ട്. അനിയത്തി മോളെ ചേട്ടാ മാറേ കൊള്ളാം. എന്തായാലും ആദ്യമായാണ് എനിക്ക് ഇങ്ങനെ ഒരു വർക്ക്. താങ്ക് യു സോ മച്ച്. വർക്ക് ഇനിയുള്ളതൊക്കെ വരുന്ന സാധനങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ